വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. ഇന്ന് ആരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് ആരൻ റെഡിയാകുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ അവൻ ട്യൂഷന് പോകും. ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ ട്യൂഷനും പോകും. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്ന് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോകണം. കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു, ഒത്തിരി നാളായി പോയിട്ട്. അപ്പം ഞാൻ പോകാനായിട്ട്, അപ്പോൾ ആരണ് രാവിലെ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകേണ്ടതുകൊണ്ട് അവൻ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അവൻ നേരത്തെ കഴിച്ചു, കാരണം എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാമായിട്ട് ഞാൻ നടന്നപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കാണ് കഴിക്കുന്നത്. അപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ വലിയ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബണ്ണ് ആരൻ ബർഗർ കഴിച്ചുകൊണ്ടാണ് പോയത്. ഞാനപ്പോൾ പിന്നെ ഒരു ബണ്ണിനകത്ത് കുറച്ച് ബട്ടർ തേച്ച് അതൊന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് ഒരു കപ്പ് കാപ്പിയും കൂടെ, അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം പിന്നെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ്. ഞാനിവിടെ സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയമൊക്കെ എത്രയോ പ്രാവശ്യം ഞാനിവിടെ രാവിലെ പിള്ളേരെല്ലാവരും മോച്ചു അവരെല്ലാം കോളേജിൽ പോകും, ഞാൻ ആരൻ സ്കൂളിൽ പോകും. എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കൊരു സംശയം, അയ്യോ സ്റ്റൗവിലെന്തോ ഇരിപ്പുണ്ട്, ഓഫ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നലാണ്. അന്നേരം ഓട്ടോ പിടിച്ച് തിരിച്ചു പോകും ഞാൻ. അങ്ങനെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇപ്പോഴും പോകുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഞാൻ കിച്ചണിൽ കയറും. എന്തോ അതൊരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതായിരിക്കാം, ആ ചെയ്തത് നമ്മുടെ മൈൻഡിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. റൂമിൽ കയറും പോകും വരും, ഇതൊക്കെ തന്നെയാണ് പണി. അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ എവിടെ പോണേലും, അത് പണ്ടും ഞാനങ്ങനെ എവിടെ പോകണമെങ്കിലും നേരത്തെ റെഡിയായി നല്ല റിലാക്സ് ചെയ്തിരുന്നേ ഞാൻ പോകത്തുള്ളൂ. 10 മിനിറ്റ് മുമ്പ് ചെല്ലും. അങ്ങനെ ഇതാണ്ടിപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ അതൊരു ക്രിസ്മസിൻ്റെ ട്രീ ആണേ. അത് ഞാൻ വെച്ച ട്രീ, അത് ഭയങ്കര പൊക്കത്തിലായി അത്. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ ഈ വീട്ടിൽ നല്ല മണ്ണാകട്ടെ. എന്ത് ചെടി വെറുതെ ചുമ്മാ ഒന്ന് തോണ്ടി വെച്ച് അവിടെ എവിടെയെങ്കിലും കുഴിച്ച് വെച്ചാലോ നല്ലപോലെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത ഇടയിൽ എങ്ങനെ വന്നാന്ന് ചേച്ചിക്ക് പോലും അറിയത്തില്ല, ഒരു കാന്താരി വളർന്നു വന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഇഷ്ടംപോലെ കാന്താരി അതിൽ ഉണ്ടായിട്ടുമുണ്ട്. അതിലുപരി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ് ഈ കാന്താരി വള്ളി പോലെ കയറിപ്പോകുന്നത്. അപ്പോൾ അടുത്ത് ഒരു പാമിൻ്റെ ട്രീ 2-3 ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊക്കെ വള്ളി പോലെ ഫുള്ള് കയറി പോയേക്കുവാണ് കാന്താരി. ഇഷ്ടംപോലെ കാന്താരി അതിലുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ കുറച്ച് പറിക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ നാത്തോനും വന്നങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് കാന്താരിയൊക്കെ പറിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയും കാന്താരി കൂട്ടുന്നത്. അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൈഡിൽ ഇരിക്കുന്ന സാധനം അപ്പുറത്തെ സൈഡിൽ വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ ഞാൻ വെക്കും. അതെപ്പോഴും പണ്ടേ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ കുറേ സമയം ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട് സബി വരും. അപ്പം പറഞ്ഞ പോലെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് കിച്ചണിലൊക്കെ കയറി എല്ലാം നോക്കിയിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പോയിടത്തുനിന്ന് എത്രയോ പ്രാവശ്യം ഞാൻ ടൗണിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെന്നറിയാവോ. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഞാൻ എൻ്റെ സ്റ്റൗവിൽ എന്തോ ഇരിപ്പുണ്ട് ഞാൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുകയോ വെച്ചിരുന്നത് അതേന്ന് മാറ്റിയോ അങ്ങനെയൊക്കെ നോക്കും. അതുപോലെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം വേറൊന്നുമല്ല, നമുക്കിപ്പം ലൈറ്റ് കിടന്നാലും ഫാൻ കിടന്നാലും ഒന്നും നമുക്കൊരു വിഷയമല്ല. അടുപ്പയിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് പോയിട്ട് അത് അവിടെ ഇരുന്ന് കത്തി തീർന്ന് പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെല്ലാം അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് എവിടെ പോകാൻ നേരവും ഞാൻ പിന്നെ ഇപ്പോൾ ഒന്ന് കയറി ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കിച്ചണിൽ കയറിയിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണെങ്കിലും പിന്നെ പോയിടത്തുനിന്ന് ഞാൻ തിരിച്ചു വരും. വന്നിട്ട് പിന്നെ പോകേണ്ടി വരും. ഓട്ടോയിൽ എത്ര ആരെണ്ണ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് തിരിച്ച് ഓട്ടോയിൽ മോനെ പോയി നോക്കിയിട്ട് വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ രാവിലെ ഞാൻ അപ്പോൾ എൻ്റെ വേറൊരു ഫോണിലാണ് ഇതേപോലെ ചുരിദാറിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡറൊക്കെ വരുന്ന അതിലാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ കഴിവതും ഞാൻ ആ ഫോൺ കൊണ്ടുപോകത്തില്ല. എല്ലാ ഫോണും കൂടെ ആകുമ്പം ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ കൊണ്ടുപോകത്തേ ഇല്ല. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഞാനിങ്ങനെ എടുത്ത് നോക്കും, ഓർഡറുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനോ ദുബൈ
ബ്രേക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ ആ ഫോൺ കൊണ്ടുപോകും. അല്ലെങ്കിൽ എനിക്ക് ഓർഡർ എടുക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ പുറത്തോട്ട് പോകുമ്പോൾ കഴിവതും ഞാൻ കൊണ്ടുപോകത്തില്ല. കാരണം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അതാണ്ട് പോകാനിറങ്ങുവാണ്. സബീന വിളിച്ചു. അപ്പോൾ ഞാൻ ഓട്ടോയിൽ പോവുകയാണ്. ഞങ്ങൾ നർമ്മദയിലേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ച് തുണിയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നർമ്മദയിൽ വന്ന ഉടനെ കണ്ട തുണി ഇതാണ്. ഇത് ഞാൻ നോക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓൺലൈൻ ബൊട്ടിക്കിൽ ഞാൻ ഈ മെറ്റീരിയൽ ഞാൻ കണ്ടു. ഇത് കോട്ടനാണ്. ഈ മെറ്റീരിയൽ ഞാൻ കണ്ടു. അവർ ഈ സെയിം മെറ്റീരിയലും കൊണ്ടാണ്, ഈ കളറും കൊണ്ടാണ് അവർ തയ്ച്ചിട്ടേക്കുന്നത്. കൈയുടെ അരികിൽ നല്ല വീതി ബോർഡർ, അടിയിലും ഒക്കെ ബോർഡറൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവർ റണ്ണിങ് മെറ്റീരിയലായിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ അവർ 320 പറഞ്ഞു മീറ്ററിന്, പ്ലസ് നമ്മൾ ഷിപ്പിങ്ങും കൂടെ കൊടുക്കണം. ഞാനിവിടെ നോക്കിയപ്പോൾ തന്നെ ഇവിടെ 210 ഉള്ളൂ. അപ്പം നമുക്ക് ഷിപ്പിങ്ങും വേണ്ടൊന്നും വേണ്ട, ഏതായാലും നമ്മൾ ഷോപ്പ് വരെ വന്നാലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ലാഭമാണ്. അപ്പോൾ ചില മെറ്റീരിയലുകളൊക്കെ നമ്മൾ അറിയാൻ മേലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിപ്പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 320 എന്ന് കണ്ടപ്പോഴേ ഞാൻ ഓർത്തു ഒരുമാതിരിപ്പെട്ട തുണികളൊക്കെ നർമ്മദേ വരുമല്ലോ, നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ആ ഒരു റെസ്റ്റ് കളറൊക്കെ ഒത്തിരി രസമായിട്ടുണ്ട്. അതൊക്കെ ആ കളറൊക്കെ അവരന്ന് ഓൺലൈനിൽ അവർ കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ എടുത്താണ് 210 ഉള്ളി തുണി. ഇത് നല്ല അടിയിലും കൈയുടെ അരികിലും ഒക്കെ ബോർഡർ വെച്ചൊക്കെ തയ്ച്ചാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുള്ള് തുണികൾ നർമ്മദയിലെ എല്ലാം മോഡേൺ കളക്ഷൻസാണ് കേട്ടോ. അതേണ്ട ഓഫ് വൈറ്റിലാണ് എല്ലാ ഡിസൈനുകളും വന്നിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ സ്കേർട്ട് തയ്ക്കുവോ ബ്ലൗസിനും ഒക്കെ ആയിട്ട് പറ്റും. ദാണ്ട് ഇതൊക്കെ നല്ല രസമായി തുണിയൊക്കെ കാണാനായിട്ട്. അപ്പം ഞാൻ ഓണത്തിൻ്റെ കളക്ഷൻസ് എല്ലാം ഇങ്ങനെ ഓടിച്ച് കാണിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നേരത്തെ വരികയാണെങ്കിൽ, ഇപ്പം ഉച്ചയായിട്ടുണ്ട്, നമ്മൾ നേരത്തെ വരികയാണെങ്കിൽ ഈ തുണികളൊക്കെ ഇങ്ങനെ അടുങ്ങിയിരിക്കുമായിരിക്കും. അപ്പം നമുക്ക് ഒന്ന് വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഇതെല്ലാം ആൾക്കാർ വന്ന് എടുത്തെടുത്ത് അടിയിൽ കുറേ തുണികൾ അടിയിലായി പോവും. അപ്പം നമുക്കിതിൻ്റെ എല്ലാം ഒന്നും വീഡിയോ ശരിക്കും എടുക്കാനേ പറ്റത്തില്ല. പിന്നെ ഞാനൊരു വെറൈറ്റി ആയിട്ട് കണ്ട തുണി ഇതാ കേട്ടോ. ഇത് ഈ എന്താണ്, ടിഷ്യൂ കോട്ടനോ ടിഷ്യൂ എന്തോ ഫാബ്രിക്കാണിത്. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. തേണ്ട ലൈലാക്കൊക്കെ നല്ല രസമുണ്ട്. ബ്ലൂ, ലാവൻഡർ എല്ലാം നല്ല കളേഴ്സാണുള്ളത്. അപ്പം എല്ലാം ഒരുമാതിരി ഒരു പേസ്റ്റൽ ഷെയ്ഡ്സാണ്. ചിലത് ഇച്ചിരി ഒരു ഡാർക്കായിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാ ഈ ഫ്ലോറൽ പ്രിൻറ്റ്, കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത് കൊണ്ട് ഇതാ ചെറുതുമുണ്ട്. അപ്പം നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തുണി തോന്നിയത് കേട്ടോ. അതായത് ഇതൊക്കെ നല്ല കളേഴ്സാണ്. ചുരിദാർ തയ്ക്കാനാണേലും പിള്ളേർക്ക് സ്കേർട്ട് തയ്ക്കാനാണേലും ഡ്രസ്സ് തയ്ക്കാനും ഒക്കെ നല്ല രസം. നമുക്ക് ചുരിദാറിനൊക്കെ കൈയുടെ അരികിൽ നല്ല വീതിയിൽ അത് ബോർഡർ വന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം നല്ല കളേഴ്സാണ് ആ ഉള്ളത് മുഴുവൻ. അപ്പം ഞാനതിൻ്റെ വീഡിയോ ആണ് കൂടുതലും ഞാൻ എടുത്തത്. അപ്പോൾ അത് പിന്നെ എന്തെല്ലാം കളേഴ്സ്, ഇതാണ് കറക്റ്റ് മെറ്റീരിയൽ, ഇതാണ് കേട്ടോ. ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഈ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 195 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മീറ്ററിൻ്റെ പ്രൈസ് 195 ആണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല, പലതിൻ്റെ വില കണ്ടതുകൊണ്ട് എനിക്ക് മൈൻഡിലങ്ങനെ നിൽപ്പില്ല. അപ്പോൾ അതേണ്ട അതിൻ്റെ കളേഴ്സ് കണ്ടോ, ഒത്തിരി കളേഴ്സുണ്ട്. അപ്പം അത് ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ വേണ്ടവരൊക്കെ അത് വന്ന് നോക്കുക. പിന്നെ അതിൻ്റെ വലിയ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന പിന്നെ തുണികളാണിത്. സെയിം മെറ്റീരിയൽ ഇത് തന്നെയാണ്, ടിഷ്യൂവിൻ്റെ തന്നെ മെറ്റീരിയലാണ്. പക്ഷേ അതിൻ്റെ പല കളേഴ്സ്, ഫ്ലോറൽ പ്രിൻറ്റ് കുറച്ച് വലുതാന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ വേണ്ട ഇതൊരു 2 കളർ ഡബിൾ കളർ വരുന്ന പോലത്തെ ഒരു തുണിയാണ്. അത് ഓഫ് വൈറ്റിലാണ്. ഓഫ് വൈറ്റിൽ ഇതെല്ലാം ഓണം കളക്ഷൻസാണ്. ഇതുണ്ട്, ഇത് ബ്രൊക്കേഡാണ്. പിന്നെ നല്ല നല്ല കളേഴ്സാണ് അത് മുഴുവൻ. ആ ബ്രൊക്കേഡിൻ്റെ കളറെല്ലാം നല്ലതാണ്. ചെറിയ പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണോ അതുമല്ല. പിന്നെ ഇത് ഒരുമാതിരി ലിനൻ്റെ ഒരു ഫാബ്രിക് പോലെ നമുക്ക് തോന്നും. പക്ഷേങ്കിൽ നല്ല തുണിയാണ്. അതിൻ്റെ അകത്തെ കുറേ കളേഴ്സ് ഇതാണ്ട്, ആ കളറുകളൊക്കെ നല്ലതാണ്. പിന്നെ ഇതാണ്ട് ഇവിടെ ഒരു ഗ്രേ കളറൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതുമൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം ഒരു 200 220 എന്താണ്ടാന്ന് തോന്നിയാണ്ട്. ഗ്രേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഓണം കളക്ഷനാണ്. ഞാൻ ഈ ഓഫ് വൈറ്റിൽ വന്നതെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇതാണ്ട് വേറെ മെറ്റീരിയൽ ഇരിക്കുന്നു. അപ്പം അതുപോലെ ഇത് നല്ല ഭംഗിയാണ്. 180 ഉള്ളത് മീറ്ററിന്. എനിക്ക് തോന്നുന്നു ഒരു ഓർഗൻസായയിൽ ഇതുപോലെ ബോർഡർ പോലെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. സാരിക്കോ പിള്ളേർക്ക് സ്കേർട്ടിനോ ചുരിദാറിനോ ഒക്കെ നല്ലതാണ്. ഞാൻ ഈ 3 കളേഴ്സേ കണ്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു അടിയിലായി പോയി കാണുമായിരിക്കാം. അപ്പോൾ ഈ 3 കളറേ കണ്ടുള്ളൂ. 180 ഉള്ളത്. പിന്നെ ഇതെല്ലാം കോട്ടാടെ മെറ്റീരിയൽസാണ് കേട്ടോ. കോട്ടാടെ മെറ്റീരിയൽസിൻ്റെ ഇതേ കളക്ഷൻസ് നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം 320 അങ്ങനെ എന്തോ ആണ് അത് പ്രൈസ് വരുന്നത് കേട്ടോ മീറ്ററിന്. അപ്പം
അതിൻ്റെ കളേഴ്സ് കണ്ടോ, ഒത്തിരി കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചുള്ള എടുത്താണ്. പിന്നെ ഇത് ഇപ്പോൾ ഈയിടെ പാകിസ്ഥാൻ്റെ ഒരു ദുപ്പട്ട ഇറങ്ങുന്നുണ്ടല്ലോ, എല്ലാവരും ബ്ലാക്കിൻ്റെ കൂടെ ഓഫ് വൈറ്റിൻ്റെ കൂടെയൊക്കെ ഈ ദുപ്പട്ട ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഓൺലൈനിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വിചാരം അയ്യോ ഇത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷേ ഒട്ടും വെയിറ്റില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ്, വെയിറ്റും ഇല്ല ഒട്ടും. പിന്നെ അതിൽ മിററുണ്ട്, ഒറിജിനൽ മിററാണ് അതിലുള്ളത് കേട്ടോ. പ്രൈസ് എനിക്ക് തോന്നുന്നു 350 370 അങ്ങനെ എന്താ ഉണ്ടേ ഉള്ളത്. ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെ നല്ല രസമായിരിക്കും, ബ്ലാക്കോ വൈറ്റോ ഓഫ് വൈറ്റേലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ദുപ്പട്ട. അങ്ങനെ അവർ പറഞ്ഞു ഒത്തിരി വന്നാന്ന് പറഞ്ഞു, പീസ് ഇപ്പോൾ ഏതാണ്ട് കുറച്ചേ ഉള്ളൂ അവിടെ. അങ്ങനെ അതെടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഉള്ളതെല്ലാം വലിയ വ്യത്യാസമില്ലാത്ത ഡിസൈനുകളാണ് എല്ലാത്തിലും ഉള്ളത്. കളറൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും. അതും കൂടെ ഞാൻ കാണിച്ചതാണ്. പിന്നെ അതേണ്ട പിള്ളേർക്ക് സ്കേർട്ടിനൊക്കെ പറ്റുന്ന പോലത്തെ ഇത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ട, പക്ഷേ അതിലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അതേണ്ട ചെമ്പരത്തിപ്പൂവോ ഒക്കെ ഉണ്ട്, മയിലിൻ്റെ എന്താണ് മയിൽപ്പീലി. പിന്നെ ഇത് ഓർഗൻസ് ആയാലും എന്തോ പ്രിൻറ്റ് വന്നിട്ട് അരികിൽ നല്ല വീതിയിൽ ഇതാ ബോർഡർ വന്നിട്ടുണ്ട് മെറ്റീരിയൽ. ഇത് ഓർഗൻസാടെ ദുപ്പട്ടയാണ് കേട്ടോ, ഓർഗൻസാടെ ദുപ്പട്ട 350 ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ്. നല്ലതാണ്, ഇതൊക്കെ നല്ല രസമുണ്ട്, ഓഫ് വൈറ്റിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ അത് പിന്നെ ഇതൊക്കെ കുറേ എന്തൊക്കെയോ മെറ്റീരിയലുകൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പുതിയത് വന്നിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇതൊക്കെ. ഏതാണ്ട് 120 അങ്ങനെ ഇതൊക്കെയേ ഉള്ളൂ മെറ്റീരിയൽ വില. ഇതൊക്കെ നമുക്ക് ഓരോ ഫങ്ഷനൊക്കെ പറ്റുന്ന പോലത്തെ ഡ്രസ്സ് പിള്ളേർക്കൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. പിന്നെ അതുപോലെ എന്തോ ഒരു സിൽക്കിൻ്റെ വന്നിട്ട് ഇതേപോലെ ബോർഡർ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്രൊക്കേഡിൻ്റെ ഇടയ്ക്ക് ഒരു സാരിയൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടെന്ന്, അതെല്ലാം പിള്ളേർക്ക് ഇതൊക്കെ സ്കേർട്ടിനും ഒത്തിരിയും പിള്ളേർ വന്ന് സ്കേർട്ടിന് എടുക്കുന്ന കണ്ടത്. അതിൻ്റെ നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കുറേ കേട്ടോ. അങ്ങനെ പിന്നെ ഇതെല്ലാം ഇനിയും ബ്രൊക്കേഡാണ് ഈ കാണിക്കുന്ന മുഴുവൻ കേട്ടോ, കംപ്ലീറ്റ് ബ്രൊക്കേഡായിരിക്കുന്നത്. ഏത് കളറ് വേണമെങ്കിലും കിട്ടും, അതുപോലെ ബ്രൊക്കേഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ തീരെ പണ്ടത്തെ പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ബ്രൊക്കേഡല്ല, നല്ല വെയിറ്റ് കുറഞ്ഞിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ബ്രൊക്കേഡിൻ്റെ എല്ലാവേ. എനിക്ക് തോന്നുന്നു ഗ്രേയുടെയൊക്കെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതെല്ലാം ബ്രൊക്കേഡ് അതാണ്ട് ഈ ഇരിക്കുന്ന മുഴുവൻ കേട്ടോ. അങ്ങനെ ഗ്രേ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതും ഒരു ഓണത്തിൻ്റെ കളക്ഷനാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ സബി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്കും വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെന്നാൽ ഓട്ടോയിൽ പോവുകയാണ്. ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ അവൾക്ക് അവിടുന്ന് എന്താണ് അർക്കാഡിയ ദോശ സ്ട്രീറ്റിൽ നിന്ന് ദോശ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം മണി 4 കഴിഞ്ഞിട്ടുണ്ട്. കറിയാലോ തുണിക്കട കയറിയ സമയം പോകുന്നത്. ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ആർക്കാഡിയ ദോശ സ്ട്രീറ്റിലെത്തി. ഞങ്ങൾ ഒണിയൻ ചീസ് ദോശ വാങ്ങി. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.